സോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ടോപ്പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ ബിലീവ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഫേസ് കാണിച്ചിരുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ വോട്ടെവർ. സോ ബേസിക്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ഇന്നൊരു കോംപ്രഹെൻസീവായിട്ട് ഒരു ഗൈഡാണ്. സോ ഇതൊരു ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നമുക്കെടുക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഫ്രം ബേസിക്സ്. ഇതിപ്പോൾ നമ്മൾ ബേബീസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത്രക്കാർക്ക് മുതൽ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇതിൻ്റെ സ്കോപ്പ്, അതുപോലെ തന്നെ ജോബ് റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ജോബ് സ്കോപ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ എന്തൊക്കെ ടോപ്പിക്സാണ് നമ്മളിതിൽ പ്രധാനമായും കവർ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങി എല്ലാത്തിൻ്റെ ഒരു കോംപ്രഹെൻസീവായൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ഇതൊരു യൂണിറ്റ് ആണല്ലോ, ഒരു യൂണിറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല ലെസൺസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ആയിട്ട് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സ്ലൈഡ്സ് ആണ് ഓക്കെ മെയിനായിട്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് പ്രോസസ്സ് എന്താണെന്നാണ്, ഡെഫിനേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ പിന്നെ അടുത്തത് ഞാൻ സ്ക്രീനാണ് റെക്കോർഡ് ചെയ്തത്, അതുകൊണ്ടാണ് എൻ്റെ കൈ ഇങ്ങനെ വരുന്നത്. ഓക്കെ, പിന്നെ ഇത് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഡെഫിനേഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ജോബ് സ്കോപ്സ്, അതുപോലെ തന്നെ പ്രോസസ് കൺട്രോൾ ഓവർവ്യൂ, വാട്ട് ഈസ് കറണ്ട്, പ്രഷർ, വോൾട്ടേജ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, വാട്ട് ഈസ് ലൈഫ് സീറോ, അതുപോലെ തന്നെ ഡെഡ് സീറോ കോൺസെപ്റ്റ്സ് ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുപോലെ തന്നെ പല ടൈപ്പ് കൺവേർട്ടേഴ്സ് ഉണ്ട്, അഥവാ കറണ്ട് ടു പ്രഷർ, അതുപോലെ തന്നെ പ്രഷർ ടു കറണ്ട് കൺവേർട്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ പ്രോസസ് ഇൻഡസ്ട്രീസ്, മെയിൻലി നമ്മൾ ഇൻഡസ്ട്രീസ് ഉപയോഗിക്കുന്ന വലിയ എന്നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ ജനറിക് സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു അത് മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ഓക്കെ വട്ടവർ മേ ബി ദ ടൈപ്പ്, ആ ഇൻസ്ട്രുമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പാർട്സ് വളരെ കോമൺ ആയിരിക്കും. പിന്നെ സിഗ്നൽ ട്രാൻസ്മിഷൻ, അതായത് എങ്ങനെയാണ് വോൾട്ടേജ് സിഗ്നൽ അല്ലെങ്കിൽ കറണ്ട് സിഗ്നൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെസിസ്റ്റൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇലക്ട്രോണിക് സിഗ്നലിനെ നമ്മുടെ സ്റ്റാൻഡേർഡ് സിഗ്നലായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ മെഷർമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് കാലിബ്രേഷൻ, അതിൻ്റെ ഒരു ബേസിക്സ് അണ്ടർസ്റ്റാൻഡിങ്, അതുപോലത്തെ പിന്നെ റിലേസ് എന്താണ്, അതുപോലെ തന്നെ കോൺടാക്ട്സ് എന്താണ്, പിന്നെ റിലേ വയറിംഗ് ഡ്രോയിങ് എങ്ങനെ, നമുക്കൊന്ന് ജസ്റ്റ് ചെറിയൊരു റിലേ വയറിംഗ് ഡ്രോയിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഒരു കോംപ്രഹെൻസീവായി ഗൈഡായിട്ട് തോന്നുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബേസിക്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്രീൻ, അതായത് മൊബൈൽ സ്ക്രീനിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ചൊരു ഗ്ലിച്ചസ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു പ്രോസസ്സ് എന്താണെന്ന് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് ബാക്കി കിടക്കാം. ഓക്കെ, വാട്ട് ഇസ് എ പ്രോസസ്? Process is nothing but a sequence of interdependent and linked procedures which consume one or more resources to convert inputs into outputs. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു, ഒരുപാട് കമ്പോണൻസ് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നമ്മളൊരു ഇൻഡസ്ട്രി സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ പേപ്പർ ആൻഡ് പൾപ്പ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, എന്ത് തന്നെയൊക്കെ ഒരു ഇൻഡസ്ട്രി, അവിടെ ഇൻപുട്സ് എന്തായിരിക്കും, റോ മെറ്റീരിയൽസ് ചിലപ്പോൾ ക്രൂഡ് ഓയിലായിരിക്കും, അല്ലെങ്കിൽ അയൺ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോട്ടൺ ആയിരിക്കാം, വോട്ടെവർ മേ ബി റോ മെറ്റീരിയൽസ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു അല്ലേ, പലതരത്തിലുള്ള രീതിയിൽ പലതരത്തിലും പ്രോസസ്സ് ചെയ്യുന്നു. അതിൻ്റെ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രൂഡ് ഓയിലൊക്കെ ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യും, പല രീതിയിൽ കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ പല രീതിയിൽ കംപ്രസ് ചെയ്യും, അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യും, അല്ലെങ്കിൽ പല ഡിസ്റ്റിലേഷൻ പ്രോസസ്സൊക്കെ നമ്മൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രോസസ്സിന് ശേഷം ഫൈനൽ പ്രൊഡക്റ്റായി നമുക്ക് ഈ ക്രൂഡ് ഓയിൽ തന്നെ വേർതിരിച്ചെടുക്കുന്ന നമ്മുടെ പെട്രോൾ, അല്ലെങ്കിൽ ഡീസൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നാഫ്ത, അതുപോലെ തന്നെ കെറസിൻ, അങ്ങനെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓയിൽസായിട്ട് പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഇതാണ് ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ആക്കത്തുക എന്ന് പറയുമ്പോൾ ഈ ഒരു സീക്വൻസ് ആണ്, അതായത് സീക്വൻസ് ഓഫ് ഇൻ്റർഡിപെൻഡൻറ്റ് ആൻഡ് ലിങ്ക്ഡ് പ്രൊസീജിയർ വിച്ച് കൺസ്യൂം വൺ ഓർ മോർ റിസോഴ്സസ് ടു കൺവേർട്ട് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്സ്. അഥവാ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇൻ്റർഡിപെൻഡൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റീൽ പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, സ്റ്റീൽ പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ ഒരു നമ്മുടെ ഒരു കോർ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അയണാണ്. അയണിൻ്റെ ഓർ എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഹെമരൈറ്റ്. ഓക്കെ, അവിടുന്ന് നമ്മൾ ഓറിൽ നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ അയണ് കുഴിച്ചെടുത്ത് അല്ലെങ്കിൽ അത് ശേഖരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് അത് ഷിപ്പ് ചെയ്യുന്നു ഇവിടത്തേക്ക് നമ്മുടെ പ്ലാന്റിലേക്ക്. ആ പ്ലാന്റിൽ നിന്ന് അതിനെ പല സ്റ്റേജസിലൂടെ കടത്തിവിട്ട് അതിനെ പലതരത്തിലും എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല അതൊക്കെയാണെന്നുള്ളത്. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയണ മേ ബി ലൈക്ക് ഒരു ഗ്രൈൻഡിങ് അത് പേപ്പർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലാണ്. ഓക്കെ, അതിനെ കാസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ റോൾ ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ പല ടെമ്പറേച്ചറിൽ അതിൻ്റെ അതിനെ ഹീറ്റ് ചെയ്യുന്നുണ്ടാവും, വോട്ടെവർ. ഓക്കെ, അതിനെ ഫൈനലി നമുക്കൊരു സ്റ്റീൽ മെറ്റീരിയലായിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഓരോരോ സെക്ഷൻസാണ്. അതായത്
പല പല ഡിപ്പാർട്ട്മെൻറ്റ്സാണ്, അല്ലെങ്കിൽ എല്ലാം ഒരൊറ്റ യൂണിറ്റിൽ നിന്ന് വെച്ചിട്ടായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. പല പല യൂണിറ്റ്സിൽ നിന്നായിരിക്കും ഈ പല രീതിയിലുള്ള പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു സ്ലൈഡിൽ ഇതിൻ്റെ എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ഒരു ലൈവ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിലായിക്കോട്ടെ പലതരത്തിലുള്ള കംപ്രഷൻ യൂണിറ്റ്സുകളുണ്ട്. അപ്പോൾ പല പല ഗ്യാസുകളുടെ കംപ്രഷൻ യൂണിറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മിക്സിങ് യൂണിറ്റ്സുകളുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, ഒരു ഓർമ്മയില്ല, ഇരുന്നാൽ കൂടി ഇങ്ങനെയുള്ള പല പല യൂണിറ്റ്സുകളുണ്ട്. അപ്പോൾ ഈ ഓരോ യൂണിറ്റുകൾ എന്തായിരിക്കും ഇൻ്റർഡിപെൻഡൻ്റ് ആണ്. ഇൻ്റർഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഒന്ന് മറ്റൊന്നുമായി കണക്റ്റഡ് ആയിരിക്കും. അതായത് ഒന്നിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും മറ്റൊന്നിൻ്റെ ഇൻപുട്ട്. ഓക്കെ, അങ്ങനെയാണ് ഒരു ചെയിൻ ഓഫ് ആക്ഷൻസിലൂടെ കടന്നു പോയിട്ടാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്, ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു ഇൻഡസ്ട്രി നമുക്ക് ഇൻപുട്ടായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നു, നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. പക്ഷേ ഇതൊരു വലിയൊരു ലാർജ് സ്കെയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് മാൻ വർക്ക് അല്ലെങ്കിൽ മാൻ പവർ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോരോ സ്റ്റേജ് ഫ്രം ഡിസൈൻ ടു ദി കമ്മീഷനിങ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ ലോകത്ത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇത് കടന്നു വന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രോസസ്സ്, അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസ്സിങ് സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ വിച്ച് കൺസ്യൂം വൺ ഓർ മോർ റിസോഴ്സസ് ടു കൺവേർട്ട് ദ ഇൻപുട്സ് ടു ഔട്ട്പുട്ട്സ്. ഓക്കെ, ദാറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതിൽ കൂടുതലൊന്നും ചിന്തിക്കാനല്ല, വളരെ ഒരു ബേസിക് ABCD അല്ലെങ്കിൽ LKG സ്റ്റുഡൻസിൽ പറയുന്ന പോലത്തെ ഒരു ഡെഫിനേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നമ്മളിപ്പോൾ എന്താണ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കി അല്ലേ. ഇനി പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയേണ്ടത്, നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ എവിടെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഒരു ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവർക്കുള്ള അവരുടെ റിക്വയർമെൻറ്റ് എന്താണ്, അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമുക്കൊരു ബേസിക് എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ബേസിക് എക്സാമ്പിളായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നിർമ്മിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ എക്സാമ്പിളായിട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ ടീ. ഓക്കെ, ടീ അല്ലെങ്കിൽ കോഫി. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യൂസ്. ഓക്കെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ ടീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് ടീയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്, അതിൽ ഒരുപാട് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. നമുക്കത് ഇൻഡസ്ട്രിയൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഒരു ടീക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഓഫ് കോഴ്സ് ടീ പൗഡർ, ഓക്കെ, ഷുഗർ, ഓക്കെ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് പറയുമ്പോൾ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കും അല്ലേ. എന്തൊക്കെയാണ്? സ്റ്റൗ അല്ലെങ്കിൽ ഹീറ്റർ അല്ലെങ്കിൽ അതുപോലെയുള്ള അല്ലേ കെറ്റിൽ എന്നൊക്കെ പറയുന്ന അതുപോലത്തെയുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കും. പിന്നെ വാട്ടർ, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാടമം അല്ലേ, അതുപോലെ തന്നെ ജിഞ്ചർ, ഓക്കെ, അല്ലെങ്കിൽ ലെമൺ, ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സ്റ്റേജ് 1 ആയിട്ട് എടുക്കുകയാണ്. ഒരു പ്രോസസ്സിൻ്റെ സ്റ്റേജ് ടീ ഉണ്ടാക്കുന്നതിന് സ്റ്റേജുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ആദ്യം ഒരു ബോയിൽ ചെയ്യുന്നു അല്ലേ, അതിൽ വെള്ളം ചൂടാക്കുന്നു അല്ലേ. വെള്ളം ചൂടാക്കിയതിന് ശേഷം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ ടീ പൗഡറോ അല്ലെങ്കിൽ മിൽക്കോ അല്ലെങ്കിൽ ഷുഗറോ, ഇപ്പോൾ നോർമൽ എന്താണ് നമ്മൾ പറയില്ലേ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ലൈം ടീയോ ലെമൺ ടീയോ അതിന് ചിലപ്പോൾ നമ്മൾ മിൽക്ക് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോർമലി പാല് അല്ലേ തിളപ്പിക്കുന്നു, അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ടീ പൗഡർ ഇടുന്നു, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ആഡ് ചെയ്യുന്നു അല്ലേ. അങ്ങനെ ബോയിൽ ചെയ്ത് പിന്നെയും അത് ഈ ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു സ്റ്റേജ് 2-ലാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ മിക്സിംഗ് എന്ന് പറയുന്നത് സ്റ്റേജ് 2-ലാണ് നടക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അതിനുശേഷം ഇതെന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്ന് കൂൾ ഓഫ് ചെയ്യാൻ അനുവദിക്കുന്നു. ആ കൂൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ സെർവ് ചെയ്ത് അവസാനം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഓരോന്നിനെയും ഓരോ സ്റ്റേജ് 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് റോ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അതൊരു സ്റ്റേജ് 1 ആണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ അങ്ങനെ കൂട്ടിക്കും. അടുത്തത് പ്രോസസ് സ്റ്റേജ് 1-ൽ നമ്മുടെ റോ മെറ്റീരിയൽസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പല രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നു, ബോയിൽ ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും, അതിനെ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്, അതിനെ ഗ്രൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിഫൈൻ ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്താണോ പ്രോഡക്റ്റ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മിക്സ് ചെയ്യുന്നു, പല രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ പല രീതിയിൽ മിക്സിങ് നടക്കുന്നു. പിന്നെ അതിന് ശേഷം അല്ലെങ്കിൽ പ്രോസസ്സ് നടക്കുന്നു. പിന്നെ അടുത്ത സ്റ്റേജിൽ ഇതിനെ എന്താണ് നമ്മൾ ബാച്ച് പ്രോസസ്സ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ്, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മുടെ എന്താണ് പറയുക
ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. പിന്നെ ഫൈനലി ഡിസ്പാച്ചിങ് നടക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഒരു ചെറിയ രീതിയിൽ പറയണം. അപ്പോൾ ഇവിടെയൊക്കെ ഒരു എഞ്ചിനീയർ, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറുടെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംഗിൾ നമ്മൾ ഇതിനെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റോ മെറ്റീരിയൽസ് എടുക്കാം. ഈ റോ മെറ്റീരിയൽസിൽ കളക്ട് ചെയ്തു. അടുത്തതാണ് നമ്മുടെ എന്താണ് പ്രോസസ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. ആ പ്രോസസ് സ്റ്റേജ് 1 നമ്മൾ പറയുന്നതാണ് നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബീക്കർ ഓഫ് വാട്ടർ, ഓക്കെ, അതിനെ നമ്മൾ എന്തിന് ചൂടാക്കുന്നു അല്ലേ. എത്ര ടൈം അത് ചൂടാക്കണം ഫസ്റ്റ്. ഓക്കെ, രണ്ടാമത് എത്ര ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ഫാരൻഹീറ്റിൽ ഇതിനെ ചൂടാക്കണം. ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടണോ കുറക്കണം. അതുപോലെ തന്നെ ഈ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റായി എന്ന് അറിയണം. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിനുശേഷം മറ്റൊരു എന്തെങ്കിലും ചെയ്യണം. അതിൽ ആ ഒരു ബോയിലിംഗ് നിർത്തണം, അല്ലെങ്കിൽ ആ ബോയിലറിലുള്ള വെള്ളം അല്ലെങ്കിൽ എന്താണോ ഇതിനെ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ആക്ഷൻ ചെയ്യണം. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ബീക്കറിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ ലെവൽ, അല്ലെങ്കിൽ എത്ര ഹൈറ്റിൽ വരെ ഈ വെള്ളം എത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ബോയിൽ ചെയ്ത് തിളക്കുന്ന സമയത്ത് നമുക്ക് അറിയാലോ, അല്ലെങ്കിൽ പാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊന്തൊക്കെ അല്ലേ, പൊന്തൊക്കെ ചെയ്യലേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറയുന്ന ടെമ്പറേച്ചർ എന്ത്, ലെവൽ എന്ത്, അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്നൊക്കെ പറയും, ഇതിനൊക്കെ പറയുന്ന പേരാണ് പ്രോസസ് വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ, ഈ പ്രോസസ് വേരിയബിൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയാതെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോംപ്രഹെൻഡ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അത് ഇൻറ്റേർണലി നടക്കുന്നതാണ്. ഓക്കെ, അതുപോലെ അവസാനം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ടേസ്റ്റ് ചെയ്യുന്നത് അവിടെ നമുക്ക് വേണമെങ്കിൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ക്വാളിറ്റി ടെസ്റ്റിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ടെസ്റ്റിംഗ് എന്ത് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ അതിന് മുമ്പ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അവിടെയും നമ്മൾ ലെവൽ മെഷർ ചെയ്യുന്നു. നമ്മുടെ ടീ കപ്പ്, അതിലേക്ക് നമ്മൾ ചായ ഒഴിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ലെവൽ മെഷർ ചെയ്യുന്നു. അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സ്റ്റേജിൽ മിക്സ് ചെയ്യുന്നു, പല ഇൻഗ്രീഡിയൻസ് പല രീതിയിലും പല പ്രൊപ്പോർഷൻസിലും മിക്സ് ചെയ്യുന്നു. അവിടെയൊക്കെ എന്തുണ്ട്, മെഷർമെൻറ്റ് നടക്കുന്നു, ഒരുപാട് തരത്തിലുള്ള മെഷർമെൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മെഷർമെൻറ്റ് നടക്കുക മാത്രമല്ല നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ബോയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ആ ഒരു ഹീറ്റർ ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മളെടുക്കുന്ന ആക്ഷൻസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു എന്താണ് കപ്പ് ഓഫ് ടീ മാനുഫാക്ചറിങ്ങിൽ എന്താണ് ഒരു ടീ മാനുഫാക്ചറിങ് നമ്മൾ ഇത്രയും എഫേർട്ട് നമ്മൾ ഇടുന്നു, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഈ ഒരു മെഷർമെൻറ്റ് ആൻഡ് കൺട്രോൾ എന്ന് പറയും. ഓക്കെ, മെഷർമെൻറ്റ് ആൻഡ് കൺട്രോൾ. ഓക്കെ, അതായത് ഒരു സംഭവം നമ്മൾ മെഷർ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് മെഷർ ചെയ്യുന്നതും മെഷർ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ ദി നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ റിയൽ വേൾഡ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്രൂഡ് ഓയിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ റിഫൈനറി, ഒരു ചെറിയൊരു റിഫൈനറിയുടെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഏതാ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റിഫൈനറിൽ നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാൾക്ക് ഏതൊക്കെ സാധനങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ഒരു ഫ്ലോ ഡയഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ക്രൂഡ് ഓയിൽ എന്ത് ചെയ്യുന്നു, അത് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇൻലെറ്റ് വഴി കയറുന്നു. അപ്പോൾ അവിടെ ഒരു പമ്പ് ഉണ്ട്, ആ പമ്പ് എന്ത് ചെയ്യുന്നു, അതിനെ സ്പീഡപ്പ് ചെയ്യുന്നു. ആ ക്രൂഡ് ഓയിലിനെ ഈ പൈപ്പ് ലൈൻസിലൂടെ കടത്തി വിടുന്നു. ഓക്കെ, പെർട്ടിക്കുലർ സ്പീഡിൽ അതിനെ പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫോഴ്സിൽ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന സംഭവമാണ്. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ മാറുന്നു. അത് പിന്നെയും പല ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടന്നു പോകുന്നു. പിന്നെ ഡീസോൾട്ടർ എന്ന് പറയുന്നൊരു സെക്ഷനിൽ അവിടെ എത്തുന്നു. ഡീസോൾട്ടർ സെക്ഷനിൽ ഇതിൽ സോൾട്ട് കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് പുറത്തെടുക്കുന്നു. പിന്നെയും പലതരത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച്, ഈ റൗണ്ടിൽ കാണിക്കുന്നതൊക്കെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. ഓക്കെ, ആ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിലൂടെ കടന്നുപോയി പിന്നെ ഒരു ഫയർ ഹീറ്റർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഹീറ്ററിലേക്ക് കടക്കുന്നു. ആ ഹീറ്ററിൻ്റെ ഔട്ട്പുട്ട് നേരെ വലിയൊരു ഡിസ്റ്റിലേഷൻ ചാമ്പറിലേക്ക് കടക്കുന്നു. അവിടെ നിന്ന് ഇതിനെ കൂൾ ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂളിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അത് പല ടൈപ്പ് ടെമ്പറേച്ചർ, പല ലെവൽ ഓഫ് ടെമ്പറേച്ചർ റീച്ച് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടൻസേറ്റ് ചെയ്ത് ഇതിന് പുറത്തേക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഓയിൽസോ പെർട്ടിക്കുലർ ഫ്ലൂയിഡ്സോ അതിന് പുറത്തേക്ക് വരുന്നു. അതിനെ നമ്മൾ കളക്ട് ചെയ്ത് അതിനൊരു സൈഡ് സ്ട്രിപ്പർ എന്ന് പറയുന്നത് അതിലൂടെ കളക്ട് ചെയ്ത് നമ്മൾ പിന്നെയും പമ്പ്സൊക്കെ ഉപയോഗിച്ച് പുറത്തെത്തിക്കുന്നു. അതിനെ പിന്നെയും എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നതിന് അവിടെ ആ ഒരു സെക്ഷനിൽ പ്രോസസ്സിങ് നടക്കുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ചെറിയൊരു ഒരു ഡിസ്റ്റിലേഷൻ യൂണിറ്റിൻ്റെ റിഫൈനറി ചെറിയ രീതിയിലുള്ള വർക്കിംഗ് ആണ്. ഒന്നും പറയില്ല, വളരെ ബേസിക്കായുള്ള കാര്യം. അത് ക്രൂഡ് ഓയിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, ഡിസ്റ്റിലേഷൻ ചാമ്പറിലൂടെ കടന്നു പോകുന്നു, പിന്നെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് പല രീതിയിലുള്ള ഫ്യൂവൽസ് കിട്ടുന്നു. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു വില അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ സ്റ്റേജസിലും പല ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ മെഷർ ചെയ്യും, അല്ലെങ്കിൽ സ്പീഡ് മെഷർ ചെയ്യും, അതുപോലെ തന്നെ സ്പീഡ് മെഷർ ചെയ്യും, അതുപോലെ തന്നെ ലെവൽ മെഷർ ചെയ്യും, പ്രഷർ മെഷർ ചെയ്യും അല്ലേ, അതുപോലെ തന്നെ ഡെൻസിറ്റി മെഷർ ചെയ്യും, അതുപോലെ തന്നെ pH വാല്യൂ നമ്മൾ അനലൈസ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പല ടൈപ്പ് അനലൈസിങ് നടക്കും അല്ലേ. അതുപോലെ തന്നെ പല രീതിയിലെ കറണ്ട് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ
പല ടൈപ്പ് മെഷർമെൻറ്റ് നമ്മൾ നടത്തും. ഓക്കെ, ഈ മെഷർമെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റേഷനാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ആ ഒരു എന്താണ് മാൻഡേറ്റ് കൈകാര്യം ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, അത് മാത്രമല്ല, നമ്മൾ മെഷർ ചെയ്യുക മാത്രമല്ല, ഇതിനെന്ത് ചെയ്യും, നമ്മൾ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി ഇൻസ്ട്രുമെൻറ്റേഷൻ ഈസ് നത്തിങ് ബട്ട് മെഷർമെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് പ്രോസസ് വേരിയബിൾസ് സച്ച് ആസ് പ്രഷർ, ടെമ്പറേച്ചർ, ലെവൽ, ഫ്ലോ, ഗ്യാസ് ഡിറ്റക്ഷൻ, വൈബ്രേഷൻ, അതുപോലെ തന്നെ pH വാല്യൂ, കറണ്ട്, വോൾട്ടേജ്. ഓക്കെ, എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ, സ്പീഡ് അല്ലെങ്കിൽ റൊട്ടേഷൻ റെവല്യൂഷൻ എന്ന് പറയാമല്ലോ, എന്തൊക്കെ നമുക്ക് പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ടോ, ഫിസിക്കൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, സൗണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഫിസിക്കൽ പാരാമീറ്റർ, ഇതിനെ മെഷർ ചെയ്യാൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ ഒന്നുകൂടി പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റേഷൻ ഈസ് എ കളക്റ്റീവ് ടേം ഫോർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഇൻഡിക്കേറ്റിംഗ്, മെഷറിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓർ റെക്കോർഡിംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അത് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ടേമാണ്. ഓക്കെ, അതെന്തിനാണ്, ഒന്ന് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതിപ്പോൾ എത്ര പ്രഷറുണ്ട്, എത്ര ടെമ്പറേച്ചർ ഉണ്ട്, എത്ര ലെവലുണ്ട് എന്നൊക്കെ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ ഔട്ട്പുട്ട് വെച്ച് നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത്, മുകളിലായിട്ട് കാണുന്നത് ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ട്രാൻസ്മിറ്ററിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. പിന്നെ കാണുന്നത് നമ്മൾ കൺട്രോൾ വാൽവ്സ് എന്ന് പറയുന്ന ഒരു ഫൈനൽ കൺട്രോളിങ് എലമെൻ്റാണ്. അതും വളരെയധികം മോസ്റ്റ്ലി യൂസ്ഡ് ഫൈനൽ കൺട്രോളിങ് എലമെൻ്റാണ്. ഇത് രണ്ടുമാണ് ഇൻസ്ട്രുമെൻ്റ് ഒരു പ്ലാനിൻ്റെ കോർ എന്ന് പറയുന്നത്. ഇത് രണ്ടും മാത്രമല്ല, ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് യൂസ്ഡ് രണ്ട് ഡിവൈസസ് ആണ്. ഒന്ന് ട്രാൻസ്മിറ്റേഴ്സും അതുപോലെ രണ്ട് കൺട്രോളും. ഇത് രണ്ടിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നീഷ്യൻ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു രണ്ട് ഡിവൈസുമായിട്ട് വളരെയധികം ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പോകുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, വായിക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ അഡ്വാൻറ്റേജസ് എവിടെയൊക്കെയാണ് വരുന്നത്. ഓഫ് കോഴ്സ് ആക്യുറസി, അതുപോലെ തന്നെ ലെസ് എഫിഷ്യൻ്റായിട്ട് പ്ലാനിനെ നിർണ്ണയിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വർക്ക് പ്ലേസ് സേഫ്റ്റിയാണ്. അത് നമ്മളുള്ള പ്ലാന്റിൻ്റെ സേഫ്റ്റി, അത് ഓഫ് കോഴ്സ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ഹസാർഡസ് ആയിട്ടുള്ള ഒന്നും സംഭവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഏരിയ ആണോ നമ്മൾ നേരത്തെ കണ്ടെത്തണം. ലീക്കേജസ് ഉണ്ടെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഫ്രം ചൂസിങ് ദി എക്യുപ്മെൻറ്റ് ടു ദി അറസ്റ്റിംഗ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സിനെ നമ്മൾ ചൂസ് ചെയ്യണം. അതിൻ്റെ ആംബിയൻറ്റ് ടെമ്പറേച്ചർ എത്രയാണ്, അവിടുത്തെ പ്രഷർ എത്രയാണ്, അവിടുത്തെ എൻവറോൺമെൻറ്റ് കണ്ടീഷൻസ് നോക്കണം. അതുപോലെ തന്നെ പ്രോസസ് കണ്ടീഷൻസൊക്കെ നോക്കി നമ്മളൊരു ഡിവൈസിനെ ചൂസ് ചെയ്യുന്നു. ആ ചൂസ് ചെയ്ത് അവിടെ ഇറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മുതൽ അവസാനം അതിനെ കൺട്രോൾ ചെയ്യുന്നത് വരെ, അത് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം അതുവരെ കൈകാര്യം ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, ഇനി ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം മെറ്റീരിയൽസ്, ഒക്കെ മിനിമം ടൈം, മിനിമം എനർജി, മിനിമം മാൻ പവർ ആൻഡ് വേസ്റ്റ് കുറക്കുക. പിന്നെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട്, ഓക്കെ, അതായത് പ്രോപ്പറായിട്ട് ആ രീതിയിലും നമ്മുടെ പ്രൊഡക്ഷനെ മുന്നോട്ട് സഹായിക്കുക. ഇതൊക്കെയാണ് എന്ത് തരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും പറയേണ്ട കാര്യമാണ് എവിടെയാണ് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഓഫ് കോഴ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടേഴ്സ്, പവർ പ്ലാന്റ്, പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് പേപ്പർ ആൻഡ് പൾപ്പ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഓട്ടോമൊബൈൽ ജോബ് പ്രൊഫൈൽ. ഓക്കെ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് വലിയ വാസ്റ്റ് സ്കോപ്പാണ്. പിന്നെ ജോബ് പ്രൊഫൈലായിട്ട് വന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈനിലാണ്, ഡിസൈൻ സെക്ഷനിലാണ് കറണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻ സ്റ്റേജ് ഉണ്ട്, കമ്മീഷൻ സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈനലി നമ്മുടെ മെയിൻ്റനൻസ് സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ